അല്ല, എവിടെ ഇപ്പൊ കസ്റ്റമർ നിക്കണത്? നമ്മളെ റൈറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. റൈറ്റ് സൈഡിൽ നോക്കിയാൽ ഫുള്ള് വെള്ളാണ്. ഇതിലെവിടെയാണ് കസ്റ്റമറ്? ചൂണ്ടിട്ട് പിടിക്കേണ്ടി വരും ആളെ. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ ഇന്ന് നമ്മള് ഇപ്പൊ നിക്കുന്നത് നമ്മളെ ഇൻഫോ പാർക്കിലാണ്. നമുക്ക് എന്നും കിട്ടുന്ന ആ ഒരു പേഴ്സണൽ ട്രിപ്പ് ഇന്നുണ്ടായിരുന്നു. 160 രൂപ ചെറിയ ട്രിപ്പായിരുന്നു. അപ്പോ ഇപ്പൊ സമയം 6:33 ആയിട്ടുണ്ട്. നമുക്ക് ഊബർ ഓൺ ആക്കി നോക്കാം. അപ്പൊ കറക്റ്റ് ഞാനിവിടെ ഇൻഫോ പാർക്കിലാണ് ഉള്ളത്. അങ്ങനെ നമുക്ക് ഊബർ ഓൺ ആക്കാം. ഊബർ ഓൺ ആയിട്ടുണ്ട്. ഊബറിന്റെ വാലറ്റിൽ ഇല്ല, ഊബറിന്റെ വാലറ്റിൽ ഇങ്ങോട്ട് കിട്ടാനായിരുന്നു കേട്ടോ. 208 തോന്നുന്നുണ്ട്. അത് ഇന്ന് എന്തായാലും 10 മണിയാകുമ്പോഴത്തേന് അക്കൗണ്ടിലേക്ക് കയറും. പിന്നെ ഇനി റാപ്പിഡോ ഓൺ ആക്കാം. റാപ്പിഡോ ഓൺ ആയിട്ടുണ്ട്. റാപ്പിഡോയിൽ എന്താണ് ബുക്കപ്പ് ടു റീചാർജ് ചെയ്യാനായോ? ഇല്ല, റീചാർജ് ചെയ്യാനായിട്ടില്ല. നമ്മൾ എടുത്തിട്ടില്ല, ട്രിപ്പ് എടുത്തിട്ടില്ല. യാത്ര ഓണാക്കാം. യാത്രയിൽ പിന്നെ വാലറ്റും റീചാർജും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഓടിയത് ബി ആക്കിയിട്ടില്ല കേട്ടോ. 193 അത് 0 ആക്കിയിട്ടുണ്ട്. പിന്നെ അത് CNG കിടക്കട്ടെ. 112 കിലോമീറ്റർ ഓടി CNGയിൽ. അപ്പൊ ഇനി ചായ കുടിക്കണം, വിശക്കുന്നുണ്ട്. നമ്മള് ചായ കുടിക്കാൻ വേണ്ടി ഇപ്പോൾ പുറത്തിറങ്ങി. ഇവിടെ ഇപ്പോൾ പോകുന്നത് നമ്മളിവിടെ യൂട്ടേൺ അടിച്ച്. നമുക്കിപ്പോ നമ്മൾ പേഴ്സണൽ ട്രിപ്പ് ഡ്രോപ്പ് ചെയ്തതിന് അവിടുന്ന് തന്നെ നമുക്ക് പിക്കപ്പ് കിട്ടിയിട്ടുണ്ട്. ഹസ്ന വേൾഡ് ട്രേഡ് സെന്റർ ആണ്. ആദ്യം മാച്ച് ട്രിപ്പ് വന്നു 100 രൂപയുടെ. അത് 2.7 കിലോമീറ്റർ പിക്കപ്പും എത്ര 2.3 കിലോമീറ്റർ ഡ്രോപ്പും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തില്ല, മാച്ച് ട്രിപ്പ് ആയിരുന്നു. ഇപ്പോൾ ഒരു ട്രിപ്പായിട്ട് വന്നു കളമശ്ശേരിക്കാണ്. 230 എത്ര ഉണ്ട്, പോയി പിക്കട്ടെ. ഹസ്ന നമ്മളെ ഫസ്റ്റത്തെ ട്രിപ്പാണ് ഇന്നത്തെ. ഹലോ, ഏതാ ബ്ലോക്ക് ഏതാ? അതില് വന്നു. അല്ല, അതിന്റെ ഉള്ളിൽ അകത്തേക്ക് കയറിണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നു. എക്സിറ്റിന്റെ അവിടേക്കാണ് വന്നോളൂ. ഓക്കെ. ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ. അത് നമുക്ക് കളമശ്ശേരി അപ്പോളോ ടയറിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു അവര് ബസ് കയറാന്. അപ്പോ അതിന് നമുക്ക് കിട്ടിയത് 10 കിലോമീറ്റർ 15 മിനിറ്റ് ഉണ്ടായിരുന്നു. 223 നമ്മളെ ഏണിങ്സ്. 250 രൂപ നമുക്ക് കിട്ടി. 15 മിനിറ്റ് കൊണ്ട് 223 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത ട്രിപ്പ് അടിച്ചിട്ടില്ല. ഞാനിവിടെ തന്നെ ജസ്റ്റ് യൂട്ടൺ അടിച്ചിട്ട് അവിടെ നിൽക്കാണ്. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. നമ്മള് അജിത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 300 മീറ്ററിൽ ഇവിടുന്ന് കളമശ്ശേരി മെട്രോ സ്റ്റേഷന്റെ അവിടെ നിന്നാണ്. അതാണ് 7 മെയിനോ. ഐ വിൽ ബി ദർ ഇൻ 7 മിനിറ്റ്. ഓക്കെ, നമുക്കവിടെ പോയി വെയിറ്റ് ചെയ്യാം. അപ്പൊ എന്താന്നോ, അജിത്ത് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് മേലെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. അപ്പൊ നോക്കുമ്പോ ഊബറിന്റെ ട്രിപ്പാ, മാച്ചാ വന്നത്. അപ്പോ അത് തൊട്ടപ്പത്തിന് കിട്ടിയില്ല. അപ്പൊ കഴിഞ്ഞിട്ട് ഇപ്പൊ ട്രിപ്പായിട്ട് വന്നു. അപ്പൊ എന്താന്നോ, കോൾ ചെയ്യുമ്പോ നമുക്ക് സൗണ്ട് വരുന്നില്ല. ട്രിപ്പ് അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നില്ല നോർമൽ കോൾ ചെയ്യുമ്പോ കേട്ടോ. അപ്പോൾ ഇനി വാട്സപ്പ് കോൾ ആക്കണം. വിഷ്ണുക്കെ അങ്ങനെയാണ്, വാട്സപ്പ് കോളാ ചെയ്യണത്. അതാകുമ്പോ നെറ്റിലാവുമ്പോ സൗണ്ട് വരുന്നുണ്ട്, മറ്റേത് സൗണ്ട് വരുന്നില്ല. ഓൾറെഡി നമ്മൾ കോൾ ചെയ്യണതായതുകൊണ്ട് അത് ഈ ഫോണിന്റെ അല്ലെങ്കിൽ ഈ സിമ്മിന്റെ എന്തോ ഒരു പ്രശ്നമാണ്. ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്യുമ്പോഴൊന്നും ഇങ്ങനെ പ്രശ്നമില്ല. അപ്പോ ഇനിയിപ്പോ ആള് വെയിറ്റ് ചെയ്യട്ടെ. ആള് 7 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഐ വിൽ ബി ദർ ഇൻ 7 മിനിറ്റ്. ഓക്കെ, നമ്മളെ ഡ്രോപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളെ ട്രിനിറ്റി വേൾഡ് ആണ് കാണുന്നത്. അപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അവിടെയാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് വരുന്ന വഴിക്ക് ട്രിനിറ്റി വേൾഡിൽ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമ്മളെ നോർത്തിലേക്കാണ്, ചൈത്ര. അപ്പോൾ ഈ പെണ്ണേ നമ്മള് കാത്തുനിന്ന് 8 മിനിറ്റ് കാത്തുനിന്ന്. എന്നിട്ട് ഇപ്പൊ ഇവിടെ വന്നപ്പോ 184 രൂപ, 4 രൂപ വെയിറ്റിംഗ് ചാർജ് കൂടിയിട്ടുണ്ട്. 180 ചെയ്തിട്ട് ഓടിപ്പോയിക്കണ് താങ്ക് യു പറഞ്ഞാണ്ട്. ഇനി നമ്മള് 4 രൂപ ഒന്നും കളയില്ല. ഇനി ആരാണെങ്കിലും നമ്മള് പറയും. ഈ പേയ്മെന്റ് ക്യാഷ് കളക്ട് ആക്കിയിട്ട് എത്ര കാണുന്ന വെച്ചാല് അത് കൊണ്ടാണ് പറയാ. അപ്പൊ അവരാണ് ചെയ്തോളൂ. മറ്റേത് അവരെ ഫോണിൽ ബുക്ക് ചെയ്തപ്പോ കണ്ട റേറ്റ് ആണ് അവരെ ചെയ്യണം. 180 പിക്ക് ചെയ്യാനാ. സെക്യൂരിറ്റിക്കാരനാണ്. അതാണ് നമ്മളെ ട്രിനിറ്റി വേൾഡ്. നല്ല അടിപൊളി ഫ്ലാറ്റ്. നമ്മളെ ചൈത്ര എവിടെയാന്ന് അറിയില്ല. നമ്മളെ ചൈത്രനെ ഒന്ന് വിളിച്ചു നോക്കാം. ഡാറ്റ കോൾ ഇല്ല, ഈ കോള് മാത്രമേ ഉള്ളൂ. ഹലോ, ഏതാ ടവർ ഏതാ? മെർക്കുറി. ഓക്കെ. ഇവിടെ താഴെ ഉണ്ടേ. ഞാന് നെപ്റ്റ്യൂണിന്റെ അവിടെ ഉണ്ട്. അവിടേക്ക് വന്നോണ്ടിരിക്കാം.
ഓക്കെ. മെർക്കുറിന്റെ താഴേക്ക് വന്നാൽ മതി, അവിടെ ഉണ്ട്. അങ്ങനെ നമ്മള് ആ ട്രിപ്പും കഴിഞ്ഞു. ഇത് നമ്മളെ ഷീലോഡ്ജിന്റെ അവിടെ, നമ്മളെ സമൃദ്ധിന്റെ അവിടെ ഇന്നലെ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ട്രിപ്പ് അടിച്ചത്. അപ്പോൾ അതിന് നമുക്ക് കിട്ടിയത് 202 രൂപയാണ്. സമയം 27 മിനിറ്റ് എടുത്തു. ചെറിയൊരു ബ്ലോക്ക് 240 ടോട്ടൽ വാങ്ങി 10 കിലോമീറ്റർ. അപ്പോൾ ആള് കോഴിക്കോട്ടേക്ക് പോവാണ്. അപ്പോൾ കോഴിക്കോട്ട് നിന്ന് ഒരു ഊബർ വേണം. അപ്പോൾ അത് അറേഞ്ച് ചെയ്തേര് ചോദിച്ചു. അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. സംഭവം എന്താ വെച്ചാലേ, ആള് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് താമരശ്ശേരിക്കാണ്, ഒരു 35 കിലോമീറ്റർ എന്തോ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഊബർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ് ഊബർ നല്ല ഡബിൾ ചാർജ് വാങ്ങുകയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു മറ്റേ ടാക്സിക്കാരല്ലേ ചാർജ് വാങ്ങണമെന്ന് ചോദിച്ചു. അല്ല, അന്ന് ഊബർ എക്സ്ട്രാ ചാർജ് വാങ്ങി, മറ്റേ 5000 റുപ്യ എത്ര വാങ്ങിയാണ്. അപ്പോൾ ഞാൻ നെട്ടി എത്ര കിലോമീറ്റർ ചോദിച്ചു. 35 കിലോമീറ്റർ ഉള്ളതാണ്. നമുക്ക് ഇവിടെ 100 കിലോമീറ്റർ ഓടിയാലുള്ളൂ 2000 റുപ്യ ഇട്ടോളൂ. അപ്പം എന്നിട്ട് ആ പെണ്ണ് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുണ്ട്. ഒരാൾ ചിലപ്പോൾ കൺഫേം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോയിൽ പോവാം. അപ്പോൾ ഏതായാലും 3 മണിക്കൂറുണ്ട്. അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. 2-3 ആൾക്കാർ വിളിച്ചിട്ടുണ്ട്, കൺഫേം ആയിട്ടില്ല. അപ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മളിവിടെ സമൃദ്ധിൻ്റെ അവിടെ ഉണ്ട്. ഇന്നലെ നമുക്ക് ഇവിടെ നമ്മളാണ് ട്രിപ്പ് അടിച്ചത്. പിന്നെ ആ തമിഴ് ഇൻഫോ പാർക്ക് സെസ്ക്ക് കിട്ടിയ ട്രിപ്പ്, അങ്ങനത്തെ ട്രിപ്പൊന്നും ഇപ്പോൾ കിട്ടല്ലേ. അത് അങ്ങനത്തെ വള്ളികളൊന്നും വേണ്ട നമുക്ക്. ഏതായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. നോർത്ത് നിന്ന് വന്ദേ ഭാരത് വരാണ്ട്. വന്ദേ ഭാരതിനാണ് പെണ്ണ് പോകുന്നത് കോഴിക്കോട്ടേക്ക്. അപ്പോൾ 8 മണിയായി, 8:05. ചിലപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാം. നമ്മളെ വിഷ്ണു ഇവിടെ ഉണ്ടാവലുണ്ട്. രാവിലെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെ ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാം. 8:00 ആകുമ്പോൾ വന്ദേ ഭാരതിൽ നിന്ന് ട്രിപ്പ് എടുത്തിട്ട് പോവാം. ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലാണ്. പക്ഷെ ബാക്ക് ഗേറ്റിലാണ് കാണിക്കുന്നത്. ഫ്രണ്ടിലേക്ക് വരാൻ പറ്റുമോ ചോക്കട്ടെ. ഹലോ, ഏതാണ്? 2-ലാണോ? അയ്യോ, 2 ആണെന്ന് തോന്നുന്നു. പ്ലാറ്റ്ഫോം 2 ആണ്. 2 മറ്റേ ആ റോഡിന്റെ അങ്ങോട്ടേക്ക് വരേണ്ടി വരും. ഓക്കെ. എവിടെയാണ്? എനിക്ക് അത്ര സ്ഥലം അറിയില്ല. എവിടെ വെച്ചാണ്? അവിടുന്ന് പുറത്തോട്ട് കുറച്ച് നടക്കേണ്ടി വരും. കൊട ഉണ്ടോ? കൊടയുണ്ട്. ഓക്കെ. അപ്പൊ അവിടുന്ന് റോഡ് വരെ ഒന്ന് നടക്കേണ്ടി വരും. ഓക്കെ. ഞാന് അവിടുന്ന് ഇറങ്ങുന്ന അവിടെ തന്നെ ഉണ്ടാവും. ഞാൻ അവിടെ വന്നിട്ട് കേറാം. ഓക്കെ. അതെന്താ സംഭവം ചോദിച്ചാലേ, അത് ആദ്യമായിട്ട് വരുന്ന തോന്നുന്നുണ്ട്. 2ഉം 1 അറിയില്ലോണ്ടോ. തൃക്കാക്കരക്കാണ്, നമ്മളെ റൂമിന്റെ ഏകദേശം ഭാഗത്തേക്കാണ്. അവിടെ എത്തിയിട്ട് ഒന്നുകൂടി വിളിക്കാം. അവിടെ എന്താന്ന് പെട്ടെന്ന് ബ്ലോക്ക് ആവും. ചെറിയ റോഡാണ്. ഉള്ളിലേക്ക് എന്തായാലും കയറ്റാൻ പറ്റൂല. ഉള്ളിലേക്ക് ഞാൻ കയറ്റാൻ പറ്റണവരോട് പോയി പണി വെക്കാൻ പറയലാണ്. ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ പണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഒക്കെ ഇതിൽ ജോയിൻ ചെയ്യുമ്പോഴേ, ഊബറിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ല അതിനുള്ളിൽ കയറിയല്ല. അതിനുള്ളിൽ കയറിയിട്ട് കുറച്ചെങ്ങാനും പൊട്ടിക്കണു ഞാൻ. പിന്നീട് ഞാൻ ഇപ്പോഴൊക്കെ ട്രിപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, കസ്റ്റമറോട് പറയും ഇന്ന സ്ഥലത്തേക്ക് വരണം. ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറയും. അവിടെ ബ്ലോക്ക് ആവും. അത് അവർക്ക് തന്നെ അറിയാം. വരുന്നവർക്കാണെങ്കിൽ, സ്ഥിരം വരുന്നവരാണെങ്കിൽ അവർക്ക് അറിയാം അവിടെ ബ്ലോക്ക് ആവണത്. ഏതായാലും പോയി ആളെ പിക്കട്ടെ. ശ്രുതിയാണ്, ശ്രുതി. ഏതാ ട്രിപ്പ്? 9 കിലോമീറ്ററിന് 269 രൂപ. കസ്റ്റമർ എത്ര ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. റാപ്പിഡോയില് ആ പെണ്ണിപ്പോ വിളിച്ചു. ഞാനിവിടെ സൈഡാക്കിക്ക. 2ന്റെ അവിടെ എത്തി. ഇവിടെ വലിയ തിരക്കൊന്നും കാണാനില്ല. അപ്പൊ ഞാൻ ഒന്നുകൂടി വിളിച്ചിട്ട് പോവാ വിചാരിച്ചു. അപ്പൊ ആൾ ഇങ്ങോട്ട് തന്നെ വിളിച്ച്. അപ്പൊ എന്നോട് പറയാ, സോറി ഇട്ടോ, ഞാൻ 1-ലാണ്. ഞാൻ 2ലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. എസ്കുലേറ്റർ വഴി കയറി വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഇപ്പൊ റാപ്പിഡോയിൽ അടിച്ചത്. നല്ലൊരു ട്രിപ്പ്. 9 കിലോമീറ്റർ 269 രൂപ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. കസ്റ്റമർ എന്തോ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വണ്ടി കിട്ടണില്ലോണ്ട്. വണ്ടി കിട്ടാത്തതുകൊണ്ട് കസ്റ്റമർ ക്യാഷ് ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് അത്ര ക്യാഷ്. നഷ്ടമായി. കുഴപ്പമില്ല. ഇനിയിപ്പോ നമ്മളെ ശ്രുതി വരട്ടെ. റാപ്പിഡോയില് അതിന് ശേഷം വീണ്ടും 2ാമത്തെ ട്രിപ്പ്. ഇപ്പൊ ഒരു 160 രൂപയുടെ ട്രിപ്പ് വന്നു. 5 കിലോമീറ്റർ. ഇപ്പൊ അടുത്ത ട്രിപ്പ് 3.8 കിലോമീറ്റർ ഡ്രോപ്പ്. കച്ചേരിപ്പടി. ഇതൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഔട്ടോ പിക്കപ്പ്. വന്ദേ ഭാരത് വന്നതിന്റെ തിരക്കാണ് ഇതൊക്കെ. നമ്മുടെ ഊബർ ഇപ്പൊ എടുക്കേണ്ടിയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? റാപ്പിഡോയിൽ ഇങ്ങനെ ട്രിപ്പുകൾ വന്ന് വരിക പോവാ. അതാ ആണോ? അതേ സെയിം കസ്റ്റമർ ക്യാഷ് കൂട്ടി 20 രൂപ എക്സ്ട്രാ ഉണ്ടോ. 182 രൂപ, 200 രൂപ 5 കിലോമീറ്ററിന്. എടുക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ ഞാനിപ്പോ ഒരാളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞല്ലോ, കയറി വരാൻ പറഞ്ഞു. ഇല്ലാന്നിട്ട് ഇപ്പൊ എടുത്ത് പോയി. 5 കിലോമീറ്ററിന് 182 രൂപ. നല്ല റേറ്റ്. നമ്മള് ശ്രുതിയെ ഡ്രോപ്പ് ചെയ്തു തൃക്കാക്കര. നമ്മളെ റൂമിന്റെ ഏകദേശം അടുത്താണ്. അപ്പൊ നമുക്ക് വരുന്ന വഴിക്ക് ഒരു അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഇത് ഇത്ര 100 സംതിങ് ഉള്ളൂ. ചെറിയ ട്രിപ്പാണ്. മാവേലിപുരത്തേക്കാണ്, കാക്കനാട് തന്നെയാണ്. അപ്പൊ CNG ഇല്ല. CNG 2 കട്ടായിട്ടുണ്ട്. അപ്പൊ ഞാന് ടീ ബ്രേക്കിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ട്രിപ്പ് വന്നതിന് ശേഷം
അപ്പോൾ ഇത് മാവേലിപുരമാണ്, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കാക്കനാട് നിന്ന് CNG എടുക്കാം അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇനി ഇതിനെ പിക്ക് ചെയ്യാൻ പോട്ടെ. 1.8 കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ്, അത് കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഡ്രോപ്പ് കാക്കനാട് CNG പമ്പിൻ്റെ ഏകദേശം അടുത്താണ്. ഈ ഊബറിൻ്റെ അപ്പോൾ മെയിൻ പരിപാടി ഇതാണ്. എന്തെന്നോ, നമ്മളൊരു ട്രിപ്പ് ക്ലോസ് ചെയ്യണതിന് മുമ്പേ 1 കിലോമീറ്റർക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ട്രിപ്പ് നമുക്ക് ഇപ്പം തന്നെ തരികയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും എടുക്കുമല്ലോ അക്സെപ്റ്റ് റേറ്റ് പോണേന്. അതാണ് ഇപ്പോൾ ഊബറിൻ്റെ കളി. ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ ഇങ്ങോട്ട് നോക്ക് മക്കളെ, നോക്ക് എന്താണ് സർജ്. ഇപ്പോൾ ഓണാക്കിയ അടി ഉറപ്പാ ഊബറിൽ. നമ്മളിനി എന്തായാലും റാപ്പിഡോ യാത്ര ഓണാക്കണുള്ളൂ. CNG അടിക്കാൻ പോകണം കാക്കനാട്ടിക്ക്. അപ്പോൾ ഇവിടുന്ന് 1 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ട്രിപ്പ് കഴിഞ്ഞപ്പോഴേ ഓഫ്ലൈൻ ആക്കി. അപ്പോൾ എന്നോട് വീണ്ടും ഓൺലൈനിൽ കയറാൻ പറഞ്ഞു ഊബറാരനെ, ഓഫ്ലൈൻ ആക്കല്ലേ, കാരണം അത്രയ്ക്ക് ട്രിപ്പ് ഉണ്ടോ. ഒന്നല്ലെങ്കിൽ ബ്ലോക്ക് ആയിട്ട് ആരും ഓടാത്തതായിരിക്കും ഊബർ, അതുകൊണ്ട് ഊബറിൽ സർജ് വന്നേ. ഇനി എന്തായാലും നമ്മൾ ഓണാക്കണില്ല, നമ്മൾ CNG അടിക്കാൻ പോട്ടെ. വേഗം 2 ഉള്ളേ ഉള്ളൂ. അപ്പോൾ വേഗം CNG അടിച്ചിട്ട് നമ്മൾ റാപ്പിഡോ യാത്ര ഓണാക്കും. ഒന്നല്ലെങ്കിൽ നല്ല ബ്ലോക്ക് ഉണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിരിക്കും, വണ്ടികളില്ലാത്തതുകൊണ്ടായിരിക്കും. ഫുള്ള് സർജാണ്. അങ്ങനെ നമ്മൾ CNG അടിച്ചിട്ടുണ്ട്. 659 രൂപയായി. ഫുൾ ടാങ്ക് ആയിട്ടുണ്ട്. CNG 162 കിലോമീറ്ററാണ് ഓടിയത് ഇന്നലത്തെ CNGയിൽ. അപ്പോൾ 0 ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് റാപ്പിഡോ ഓണാക്കാം, ഊബർ ഓണാക്കണ്ട. ഊബർ നല്ല സർജ് കിടക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ റാപ്പിഡോയിലും ട്രിപ്പ് ഉണ്ടാവും. റാപ്പിഡോ ഓണാക്കിയിട്ടുണ്ട്. ഇവിടെ ഇതിൽ സർജൊന്നും കാണിക്കുന്നില്ല, ട്രിപ്പ് വരികയാണെങ്കിൽ വരട്ടെ. ഊബർ ഇപ്പോൾ നമ്മൾ വിഷ്ണുവും അജിത്തൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടുണ്ടായിരുന്നു. ഞാൻ അവരൊന്ന് വിളിച്ചു നോക്കട്ടെ, ചിലപ്പോൾ ബ്ലോക്കായിട്ട് വിളിച്ചതായിരിക്കും അവർ. അതിന് ശേഷം ഊബർ ഓണാക്കാം. നമുക്ക് യാത്രയിൽ റാപ്പിഡോയിലും ഇപ്പോൾ 158 എന്തോ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല. പിന്നെ അത് പാലാരോട്ടം ഭാഗത്തേക്കായിരുന്നു, അപ്പോൾ അതുകൊണ്ട് എടുത്തില്ല. പിന്നെ ഒന്ന് മൂത്രയിക്കാണ്ടായിരുന്നു, ഇപ്പോൾ മൂത്രയിച്ച് വന്നു. ഇപ്പോൾ വീണ്ടും ഓണാക്കിയിട്ടുണ്ട്. എനിക്ക് ചായ കുടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഇപ്പോൾ ഒരു ട്രിപ്പ് എടുത്ത് ഓടി നോക്കട്ടെ ബ്ലോക്ക് ഉണ്ടോ. എന്തുകൊണ്ടാണ് ഈ സർജ് എന്നറിയില്ല. ബ്ലോക്ക് ഇല്ലാത്ത സർജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓടിയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ചായ കുടിക്കാം. ഇനി ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഈ പിക്കപ്പ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാനിത് എടുക്കാത്തത്. 4.6 184 വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ആ ട്രിപ്പ് വേണ്ട. അപ്പോൾ നല്ലൊരു ട്രിപ്പ് കിട്ടട്ടെ, നേരത്തെ പോലെ 178 150 അപ്പോൾ അതെടുത്തിട്ട് ഓടാം. അപ്പോൾ അതിന് ശേഷം ബ്ലോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ, ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഓഫ് ചെയ്ത് ചാടിക്കാം. ഇപ്പോൾ നമ്മൾ ഇതുവരെ ഏൺ ചെയ്തത് 939 രൂപ. നമ്മൾ ഏകദേശം ഒരു 6:30 ഉണ്ടാവും തുടങ്ങിയപ്പോൾ. ഇവിടെ സർജ് ഉണ്ടാവും ഇപ്പോഴും ഊബറിൽ, നല്ല സർജ് ഉണ്ട്. ഒന്നല്ല കേട്ടോ, റിസർവേഷൻ 3 റിസർവേഷൻ വന്ന് കിടക്കുന്നുണ്ട്. അതൊന്നും ആരും വണ്ടികൾ എടുക്കാത്തതുകൊണ്ടേ. ഇത് എടപ്പള്ളിയിൽ നിന്ന് ആലുവയ്ക്ക് 253 രൂപ, 9 കിലോമീറ്റർ ഉള്ളു, 253 രൂപ. ഏതായാലും ട്രിപ്പ് അടിക്കട്ടെ. ഊബർ നമ്മളിപ്പോൾ ഓണാക്കണില്ല. നമുക്കൊരു 344 രൂപയുടെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് റാപ്പിഡോയിൽ 14 കിലോമീറ്ററിന്. അപ്പോൾ കിലോമീറ്ററിന് 23 രൂപ വെച്ചിട്ട് കിട്ടുന്നുണ്ട്. നോക്കുമ്പോൾ 2.7 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ നമ്മളെ ഇൻഡസ്, പടമുകൾ ഇൻഡസിൻ്റെ അതിൽ കൂടി അടിയിൽ കൂടെ ഒരു റോഡുണ്ട്. ആ റോഡ് മാപ്പിൽ കാണിക്കില്ല. അപ്പോൾ അതിൽ കൂടി പോകുന്നപ്പോൾ 800 മീറ്റർ ആയിട്ടുണ്ട്. ഇനി 550 മീറ്ററും കൂടി ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയുണ്ട് നോക്കി നോക്കട്ടെ. മറ്റേ ബ്ലോക്ക് ഉണ്ടായിട്ട് സർജ് വന്നതാണോ എന്താ അറിയില്ല. റെയിൽവേ സ്റ്റേഷനിക്കാണ് കിട്ടിയിട്ടുള്ളത്, നോർത്ത് റെയിൽവേ സ്റ്റേഷന്. അതെന്തായാലും അറിയാൻ പറ്റും, നല്ല ബ്ലോക്കില്ല സ്ഥലത്ത് കൂടിയാണ് പോകുന്നത്. അതിൽ കൂടി പോകുമ്പോൾ ബ്ലോക്ക് ഉണ്ടോ നോക്കട്ടെ, അതിനനുസരിച്ച് ബാക്കി പരിപാടികൾ. നമ്മൾ റാപ്പിഡോൻ്റെ ട്രിപ്പ് ക്ലോസ് ചെയ്തു. ഇതാണ് നമ്മളെ കസ്റ്റമർ. അത്യാവശ്യം ചെറിയൊരു തിരക്കുണ്ടായിരുന്നു ലാസ്റ്റ് ട്രിപ്പ്. ലാസ്റ്റ് അല്ല, ഇതിൽ ഫസ്റ്റ് ട്രിപ്പാണ്. 45 മിനിറ്റ് എടുത്തിട്ടുണ്ട്. 14 കിലോമീറ്റർ 322. പിന്നെ കുഴപ്പമില്ല, കിലോമീറ്ററിന് 22 രൂപ വെച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ റീചാർജ് കഴിഞ്ഞിട്ടുണ്ട്, റീചാർജ് ചെയ്യണം. റീചാർജ് നമുക്ക് 1000-ൻ്റെ ചെയ്യാം, 81. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് റാപ്പിഡോ തന്നെ ഓണാക്കാം. അയ്യോ വണ്ടി ബ്ലോക്ക്. റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഇവിടെ ജസ്റ്റ് ഒന്ന് സൈഡ് ആക്കിയിട്ടുണ്ട്. ഇന്നലെ ഇവിടുന്ന് ചായ കുടിച്ച അതേ സ്ഥലത്ത് നിന്ന് ചായ കുടിക്കാം. അവിടെ നല്ല അടിപൊളി പൊറാട്ടയാണ്. അപ്പോൾ അവിടെ പോയി ഏതായാലും ചായ കുടിച്ചിട്ട് ഇനി ഓണാക്കുന്നുള്ളൂ. ഫുഡ് കഴിച്ചതിന് ശേഷം റാപ്പിഡോ ഓണാക്കി കുറേ നേരം. അപ്പോൾ ട്രിപ്പ് അടിച്ചില്ല, പിന്നെ യാത്രിമാടെ ഓണാക്കി. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നിടയിൽ പോലീസുമാർ വന്നിട്ട് ഇവിടെ ഫൈൻ ഇടുന്നാറിന് ഫോട്ടോ എടുത്തുകൂടെ തോന്നുന്നുണ്ട്. പിന്നെ ഊബർ ഓണാക്കിയപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചത് 100 രൂപയുടെ. 700 മീറ്റർ ഉള്ള പിക്കപ്പ്, 1 കിലോമീറ്റർ ഡ്രോപ്പോ. എന്താ കസ്റ്റമർ പേരെന്താ, മിയാവുന്നോ? എന്താ മിയാവു ടാറ്റ ഗ്രീൻ ആസ്രസ്. പോയി പിക്കട്ടെ, മിയാവിനെ പോയി പിക്കട്ടെ. മിയാവ് ക്യാൻസൽ ചെയ്തു ഗൈസ്, മിയാവ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ തന്നെ ഒരു മാച്ച് ട്രിപ്പ് വന്നു 2 കിലോമീറ്റർ പിക്കപ്പിൽ ലോർദ് ഹോസ്പിറ്റലിന്, ഫിലോമെന അല്ലേ. അപ്പോൾ അത് 14 കിലോമീറ്റർ ഉണ്ട്, 2 കിലോമീറ്റർ പിക്കപ്പും ഉണ്ട്. അതേതായാലും പോയി പിക്കട്ടെ.
ഇപ്പോൾ മറ്റേ ഫൈന് വന്നിക്കണോന്ന് അറിയില്ല. ഫൈന് വരികയാണെന്നുണ്ടെങ്കിൽ മുതലാളി വിളിക്കും. RC ഓണർ ഫൈന് വരുമ്പോൾ തന്നെ വിളിക്കാറുണ്ട്. വെളി വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ. അങ്ങനെ നമ്മളെ ലൂർദത്തെ കസ്റ്റമർ ഇതാണ്. നമ്മളെ കസ്റ്റമേഴ്സ് 3 ആൾക്കാർ. റാപ്പിഡോയിൽ നമുക്ക് 322 രൂപ കിട്ടിയത്. അത് എത്ര കിലോമീറ്ററാണ്? 14.4 കിലോമീറ്റർ, 14 കിലോമീറ്റർ. മറ്റ് 15 കിലോമീറ്റർ 250 രൂപ. ഇത് 60, 70, എത്ര രൂപ? 70 രൂപ, 72 രൂപയായിട്ട് കൂടി കിട്ടി നമുക്ക്. ഇതാണ് റാപ്പിഡോൻ്റെ ഉപകാരം. ഈ ബ്ലോക്കിൽ സമയത്ത് 1 മണിക്കൂറാണ് ഇതിൻ്റെ സമയം എടുത്തത്. 56 മിനിറ്റ് അതിനെടുത്തത്, 56 മിനിറ്റ്. അപ്പോൾ ഇങ്ങനെ കൂടുമ്പോഴേ ഇതൊക്കെ നഷ്ടമാണ്. ഊബറിന് നമുക്ക് എല്ലാവർക്കും പാടെ ഒന്ന് ചവിട്ടിയാൽ മതി, കിട്ടും. എല്ലാവരും പാടെ ഒന്ന് ആഞ്ഞാണ്ട് പിടിച്ചാൽ പരിപാടി സെറ്റായി. എല്ലാവരും ബാക്ക് സീറ്റ് ഉണ്ടല്ലോ, ഈ സീറ്റിൻ്റെ ബാക്കിൽ ഒരു സ്റ്റിക്കറിന് ഒട്ടിച്ചാൽ മതി. ഒന്നല്ലെങ്കിൽ റാപ്പിഡോ അല്ലെങ്കിൽ യാത്രി. എന്നാൽ പിന്നെ ഊബറിന് നമുക്കാണ് ഇല്ലാണ്ടാക്കാം. പക്ഷെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, എന്നാലേ പരിപാടി നടക്കുള്ളൂ. ഊബറിന് എന്തായാലും മൊത്തത്തിൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയൂല, കാരണം അത് ഇന്റർനാഷണൽ ആപ്പ് ആയതുകൊണ്ട് ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ഊബർ മാത്രമേ അറിയുള്ളൂ. എന്നാലും നമുക്ക് ഈ ലോക്കൽ ട്രിപ്പേലും ഒന്ന് കുറക്കാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അത്യാവശ്യം രൂപ ഏൺ ചെയ്യാൻ പറ്റും. റാപ്പിഡോ അല്ലെങ്കിൽ യാത്രി, ഇതിൽ ഏതെങ്കിലും ഒന്ന്, രണ്ടും പാടെ പറ്റൂല, ഏതെങ്കിലും ഒന്ന്. ഏതായാലും പിന്നെ അടുത്ത ട്രിപ്പ് എടുക്കട്ടെ. 56 മിനിറ്റ് എടുത്ത് ഞാൻ അതിൻ്റെ സങ്കടം മാറ്റിട്ടെ, ഇവിടെ നിർത്തിയിട്ടെ, കുറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ. ഊബറിലൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, ഒരു 5 മിനിറ്റ് ആയി. അപ്പോൾ അതിന് ഊബറിൽ ട്രിപ്പ് അടിച്ചു എടപ്പള്ളിക്ക് 329 രൂപ. പിക്കപ്പ് എത്ര ഉണ്ടാവട്ടെ? 1.7 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. മറ്റേ 329 രൂപ, 19 എത്ര കിലോമീറ്റർ ഉണ്ട് എടപ്പള്ളി. സമയം വല്ലാണ്ട് ഇത്ര ബ്ലോക്കൊന്നും കണ്ടില്ല. ഇതിപ്പോൾ ഈ 256-ന് മറ്റേ 1 മണിക്കൂർ സമയം എടുത്ത്. ഇതിനെത്ര 30 എത്ര കണ്ടത്, ഏത് വഴിയാ കാട്ടി തന്നെന്നാവും. അല്ല, എവിടെ ഇപ്പൊ കസ്റ്റമർ നിക്കണത്? നമ്മളെ റൈറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. റൈറ്റ് സൈഡിൽ നോക്കിയാൽ ഫുള്ള് വെള്ളാണ്. ഇതിലെവിടെയാണ് കസ്റ്റമർ? ചൂണ്ടിട്ട് പിടിക്കേണ്ടി വരും ആളെവിടെയാണ്? ഇവിടെ ഒരു ചെറിയ എന്തോ ഫാം എന്തോ കാണുന്നുണ്ട്. ഇവിടെ പച്ച നെറ്റുണ്ടോ? 2 സൈഡിലും വെള്ളം, നടുവ് കൂടി ചെറിയ റോഡുണ്ട്. നല്ല അടിപൊളി റോഡാണ്, വേറെ ഒന്നും ഇല്ലാണ്ടോ. റോഡ് സ്ട്രൈറ്റ് റോഡ്, അടിപൊളി റോഡ്. പക്ഷെ 2 സൈഡിലും വെള്ളമാണ്. കസ്റ്റമർ ഇവിടെ ഇവിടെ ഉണ്ട്, വെള്ളത്തില് മുങ്ങിക്കിടക്കാണോ? അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ ടോട്ടല് 1500 രൂപ ആയിട്ടുണ്ട്. ഈ ട്രിപ്പിന് നമുക്ക് 308 കിട്ടിയിട്ടുണ്ട്. 19.72 കിലോമീറ്റർ, 38 മിനിറ്റ് കൊണ്ട് എത്തിയിട്ടോ. അതെന്താ, നമ്മൾ ഹൈവേ വഴിയാണ് വന്നത്. മരട് വഴി നേരെ ഹൈവേ പിടിച്ച് വന്നത്. പിന്നെ നേരെ ഇവിടെ അഞ്ചുമന അമ്പലത്തിൻ്റെ അവിടെയാണ് ഡ്രോപ്പ്. അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഒരു 400 മീറ്റർ ഉള്ളിൽ കയറിയിട്ടുള്ളൂ. അപ്പോൾ ഫുള്ള് ഹൈവേ കിട്ടിയോണ്ട് ബ്ലോക്ക് പെട്ടിട്ടില്ല. മറ്റേത് 1 മണിക്കൂർ എടുത്തു, അത് 14 കിലോമീറ്റർ. ഇത് 19 കിലോമീറ്റർ, 38 മിനിറ്റ്. അപ്പോൾ ഏതായാലും ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. നമുക്ക് റാപ്പിഡോ യാത്രയൊക്കെ ഓണാക്കാം. ഊബർ മാത്രമേ ഇപ്പോൾ ഓണാക്കിയിട്ടുള്ളൂ, എല്ലാം ഓണാക്കട്ടെ. എടപ്പള്ളിക്കാട്ടോ അബ്ദുല്ലാനെ പിക്ക് ചെയ്യാൻ എത്ര കിലോമീറ്ററാ? 600 മീറ്റർ. 600 മീറ്റർ എടപ്പള്ളി ജംഗ്ഷൻ ഇവിടെ. അപ്പോൾ ബാക്കോട്ടാണ്. നമ്മളെ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്ത കസ്റ്റമർ ഇതാണ്. അപ്പോൾ തന്നെ നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ മതിലിൻ്റെ തൊട്ടപ്പുറമാണ്. അപ്പോൾ ഞാൻ ആൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ക്യാൻസൽ ചെയ്യല്ലേ എന്ന് പറഞ്ഞാണ്ട്. അപ്പോൾ അത് പോയി പിക്ക് ചെയ്യട്ടെ. അവരവിടെ റോട്ടിൽ നിൽക്കുന്നുണ്ട്. ഇവരും അറബിയൻ തോന്നുന്നുണ്ട്. ഇപ്പോൾ പിക്ക് ചെയ്യാൻ പോണതും അറബികളാണ്. അവിടെ നിൽക്കുന്നുണ്ട് ഒരു ഫാമിലി, ഞാൻ കണ്ട്. അവരെന്നെ ആയിരിക്കും. ആ പഴയ നമ്മളെ പറ്റിച്ചു. അവന് ഇതുണ്ടോ, ആ കാറ് കയറിയായിരുന്നു. ആ റോഡ്, അവിടെ കാണുന്ന റോട്ടിൽ അവിടെയാണ് ആളുണ്ടായിരുന്നത്. അവിടെയാണ് ഡെസ്റ്റിനേഷൻ കിടക്കുന്നത്. അവിടെ വണ്ടി ഇട്ടിട്ടേ ബാക്കിൽ വരുന്ന വണ്ടികളൊക്കെ ഹോൺ അടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കയറ്റിയിട്ട്, എന്നിട്ട് കുറേ വിളിച്ച് ആൾ എടുക്കണില്ല. എനിക്ക് തോന്നുന്നത് വല്ല ഓട്ടോറിക്ഷ എന്തെങ്കിലും കിട്ടിയപ്പോൾ കയറി പോയിട്ടുണ്ടാവും. എന്നിട്ട് ട്രിപ്പ് ഒന്ന് ക്യാൻസൽ ചെയ്തുകൂടാ? അത് ക്യാൻസൽ ചെയ്തിട്ടില്ല. നമുക്ക് അവിടെ ചെന്ന് നോക്കാം. അവിടെ ആളില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ കിടക്കട്ടെ. ഇവിടെ ആയിരുന്നു കേട്ടോ ഈ പച്ച, ഇതാ ഇവിടെ ആയിരുന്നു ആളുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ കുറച്ചാണ് പോയപ്പോഴേ ഊബറിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അമർദീന തോന്നുന്നുണ്ട്. 269 രൂപയുടെ ഒരു തോട്ടക്കാട്ടുകര, ആലുവ. ഗീതയെ പോയി പിക്കട്ടെ. അപ്പോൾ റാപ്പിഡോ ഞാൻ ക്യാൻസൽ ചെയ്യണില്ല, അവിടെ കിടക്കട്ടെ. ഇനിയിപ്പോൾ അഥവാ ആള് അവിടെ എവിടെയെങ്കിലും പോയിക്കാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 15 വട്ടേലും വിളിച്ചിട്ടുണ്ടാവും. ഇഷ്ടം പോലെ വിളിച്ചു. ഞാൻ ആളേക്ക് കോള് പോകണ്ട, ഡിസ്റ്റർബ് ആയിക്കോട്ടെ എഴുതിയിട്ട്. നാളെ ക്യാൻസൽ ചെയ്യണ്ട, അതിന് വേണ്ടിയിട്ട് വിളിച്ചതാ. അപ്പൊ അത്രയും വിളിച്ചിട്ട് ആൾ എടുത്തിട്ടില്ല. ഇനി അഥവാ ആള് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, പോയിട്ടുണ്ടാവും. അവിടെ ഫാമിലി അടക്കനുണ്ടായിരുന്നു, ഒരു മോളടക്കം, വൈഫും മോളും. അവരെന്തായാലും വല്ല ഓട്ടോറിക്ഷ എന്തായാലും നിർത്തിയപ്പോൾ കൈയാട്ടിയിട്ട് പോയിട്ടുണ്ടാവും. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ അവർ വിളിക്കട്ടെ. അതുവരെ നമുക്ക് റാപ്പിഡോ അവിടെ വെക്കാം. ഏതായാലും ഇപ്പം ഇനി
2 ട്രിപ്പ് എടുത്ത് പോകാൻ പറ്റില്ല. തോട്ടക്കാട്ടുകാരെത്തോളം നമുക്ക് ആ റാപ്പിഡോ അങ്ങനെ തന്നെ കടന്നു. അവിടെ എത്തിയിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ആ ട്രിപ്പ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടോ. ഈ അമ്മച്ചി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഊബറിൽ 1900 ഓടി. ഈ ട്രിപ്പിന് നമുക്ക് 253 രൂപ കിട്ടി. 34 മിനിറ്റ് കൊണ്ട് എത്തി. 16 കിലോമീറ്റർ. 300 വാങ്ങിയത്. 27 രൂപ കമ്മീഷൻ പോയി. നമ്മളെ റാപ്പിഡോൻ്റെ ട്രിപ്പ് ഇതുവരെ ക്യാൻസൽ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ആള് വേറെ ഏതോ വണ്ടി കിട്ടിയപ്പോൾ പോയിക്കാണ് സംഭവം. അത് നമ്മളിനി ക്യാൻസൽ ചെയ്യാം. ഇവിടെ കസ്റ്റമർ ക്യാൻസൽ മൈ ഓർഡർ എന്തടിക്കാം നമുക്ക്. പ്ലീസ് ആസ്ക്ഡ് ടു ക്യാൻസൽ ആസ്ക്ഡ് ഇത് കൊടുക്കാം. അവർ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ കസ്റ്റമർ റോങ് OTP ലിമിറ്റഡ് അല്ല തന്നെ കൊടുക്കാം. അവർ പറഞ്ഞിട്ട് ചെയ്യാമെന്ന് എഴുതിയിട്ട്. അപ്പോൾ ഓക്കെ ക്യാൻസൽ അടിച്ചിട്ടുണ്ട്. ഇവിടെ സർജ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ തോട്ടക്കാട്ടുകരയാണ്. ആലുവയിൽ. അപ്പോൾ ഇനി ഇവിടുന്ന് ട്രിപ്പ് അടിക്കട്ടെ. യാത്ര ഓണാക്കിയിട്ടുണ്ട്. ഊബർ ഓണാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. മഴ ഇങ്ങനെ ചാരൽ തുടങ്ങിക്കണു. ഈവനിങ് മഴ. സമയം 3:18 ആയിട്ടുണ്ട്. ഇപ്പോൾ പെയ്യും മഴ. നമുക്ക് ഇതുവരെ ട്രിപ്പ് അടിച്ചില്ല കേട്ടോ. 4:15 ഇപ്പോൾ സമയം. 1 മണിക്കൂറോളമായി ഇവിടെ നിൽക്കുന്നു. കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് ആലുവ ഭാഗത്തേക്ക് പോവാം. ആലുവ ഭാഗത്തേക്ക് ഒരു കിലോമീറ്റർ ഉള്ളൂ. ആലുവ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ. മെട്രോൻ്റെ അവിടെ നമുക്ക് ഒതുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ പോയിട്ട് ഒതുക്കിയിടാം. ഇവിടെ നമ്മൾ സ്ഥിരം നിർത്തുന്നൊരു സ്പോട്ട് ഉണ്ട്. അവിടെ കൊടുന്നൊരു അരമണിക്കൂറായി. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചാടിക്കാൻ പോയപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചു. പവനായി എടപ്പള്ളിക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ആളെ പോയി പിക്കട്ടെ. ഇവിടെ അടുത്ത് തന്നെയാണ്. എന്തായാലും ഒരു 100 മീറ്റർ ഉണ്ടാവുള്ളൂ. ഹലോ ഇതെന്തെങ്ങനെ? ഹലോ 400 മീറ്റർ പോയി പിക്കട്ടെ. എടപ്പള്ളിക്കാണ്. നമ്മളെ കസ്റ്റമർ ഇതായിരുന്നു കേട്ടോ. അത് മറ്റേ പാസ്പോർട്ട് ഓഫീസിൽ നിന്നായിരുന്നു. പാസ്പോർട്ട് എടുക്കാൻ പോയതാണ് ആള്. അപ്പോൾ ആളെ ഡ്രോപ്പ് ചെയ്യണതിൻ്റെ കുറച്ച് മുമ്പ് ഒരു 900 മീറ്റർ മുമ്പ് ആദ്യം റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചു നമുക്ക് 200 സംതിങ്ങിന്. അത് അപ്പം തന്നെ ക്യാൻസലായി. പിന്നെ ഇപ്പോൾ ഊബറിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 3 കിലോമീറ്റർ ഡ്രോപ്പ് 1 കിലോമീറ്റർ പിക്കപ്പ് ഉള്ളത്. 134 140 എത്ര രൂപയുടെ ട്രിപ്പാണ്. അത് കുഴപ്പമില്ല. അത്യാവശ്യം റേറ്റ് ഉണ്ട്. 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഉള്ളൂ ഡ്രോപ്പ്. അപ്പോൾ ആളെ പിക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ട്രിപ്പ് ഞാൻ കരുതി ഈ 2 ബായാളായിരിക്കും എന്ന് വിചാരിച്ചു. നൃത്തം കണ്ടിട്ട് അങ്ങനെ തോന്നി. പക്ഷെ എങ്കിൽ പേരും ഏകദേശം അതേപോലെയാണ്. ഐഷത്താണ് അല്ലേ? പെണ്ണിൻ്റെ പേരാണല്ലോ. അപ്പോൾ വിളിച്ചിട്ട് കോൾ എടുത്തും തോന്നുന്നുണ്ട്. ഒന്നും സംസാരിക്കണില്ല. സൗണ്ട് കേൾക്കണില്ല. അപ്പോൾ ഇതെന്താവും അറിയില്ല. ഇനി ആള് വരുന്നുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ സമയം കഴിഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യേണ്ടി വരും. ഹലോ എവിടെയാണ്? ഞാൻ ഇവിടെ എത്തി. ഊബറാണ്. വെലപ്പള്ളി റോഡ്. ഇവിടെ ജംഗ്ഷനിലുണ്ട്. SBI bank अमृता नगर. तू इधर है? ഓക്കെ. അതേതൊരു ഇന്ത്യക്കാരൻ തന്നെയാണ്. പക്ഷെങ്കിൽ അപ്പൊ പേരെന്താ? ഐഷത്ത് എന്നാവോ? അപ്പൊ എന്നെ കണ്ടുകൊണ്ട് എന്തോ പറഞ്ഞു. വരട്ടെ, നമ്മളെ കണ്ടിട്ടുണ്ടാവും. നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടു. നമ്മളെ കസ്റ്റമറാണ് അവിടെ. അതില് അറബികളും തോന്നുന്നുണ്ട്. പിന്നെ അവരെ പിക്ക് ചെയ്ത് ഇപ്പൊ അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നമുക്ക്. പ്രണവ്. അത് ഊബർ തന്നെയാണ് അടിച്ചത്. കളമശ്ശേരിക്കാണ്. 170 എത്ര ഉണ്ട്. 2.6 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. ഷോ അതും പിന്നെ എത്ര 6-7 കിലോമീറ്റർ ഡ്രോപ്പും 150 എത്ര ഉണ്ട് റേറ്റ്. പോയി പിക്ക് ചെയ്യട്ടെ. ഓ മൈ ഗോഡ്. അത് 2.5K പിക്കപ്പ് കാണിക്കണ്ടേ. അത് റോങ് ആണ്. ഇതെന്താ വെച്ചാല് നമ്മളിപ്പോൾ നിൽക്കുന്നത് റൈറ്റ് പോയാൽ വരാപ്പുഴ സൈഡിക്കോ ലെഫ്റ്റ് പോയാൽ ചേരാനല്ലൊരു ഭാഗമാണ്. അപ്പോൾ ഇതിപ്പോൾ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ചേരാനല്ലൊരു ജംഗ്ഷനിൽ പോയിട്ട് മറ്റേ അവിടെ ഉണ്ട് ഒരു പാലം. ഒരു ഫേമസ് സ്ഥലപ്പേരാണ്. അതിൽക്കൂടി കയറിയിട്ട് പോണത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് ഇങ്ങനെ പോയാൽ മതി. ഇത് ഈ ഹൈവേൻ്റെ ഈ സൈഡിലാണ്. നമ്മൾ നിൽക്കുന്ന സൈഡിലാണ്. നമ്മൾ ഈ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഹൈവേ പോയാണ് പോയാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മാപ്പ് ഇങ്ങോട്ട് മാറിക്കോളും. അപ്പോൾ എത്ര സമയമാവും നോക്കി നോക്കട്ടെ. അയ്യോ 8.2 കാണിക്കുന്നത്. അതെന്താന്നോ ചുറ്റിങ്ങാണ്ട കാണിക്കുന്നത്. എപ്പോൾ പോവും ഈ 1 വേ ഉള്ള ഈ ഒരു സൈഡിലേക്കുള്ളത് മാത്രം പോവും. അപ്ഡേറ്റ് ആവും. ഇപ്പം 8.1K പിക്കപ്പ്. ഡ്രോപ്പ് ആകെ 7K ഉള്ളൂ. 7 കിലോമീറ്റർ. ഇതെന്താ മാറാത്തെന്താ? ഇനി അങ്ങനെ പോകാൻ പറ്റൂലേ? നമ്മളിത് മൂഞ്ചിയോ? അയ്യോ ശരിയാണ്. ഇതേ പാലം കയറുന്നതിന്റെ മുമ്പാണ്. ഇനിയിപ്പോൾ നമ്മൾ പാലം കയറി. ഇനി പറ്റൂല. ഇനി പാലം ഇറങ്ങിയിട്ട് വേണം
യൂട്ടൺ അടിച്ച് വരണ്ടേ. ഇതുണ്ടോ സമുദ്രം, വെള്ളം കണ്ടോ, വെള്ളത്തിന്റെ ഈ സൈഡിലാണ്, അടിയിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ ഒരു വഴിയുണ്ട്. അപ്പൊ പണി പാളി. അപ്പോൾ സംഭവം വേറെ ഏതെങ്കിലുമൊക്കെ വഴി ഉണ്ടാവും, അത് ആരോടെങ്കിലും ചോദിച്ചിട്ട് പോകണം. ഈ മാപ്പ് കാണുന്ന വഴിയാവില്ല, വേറെ വഴി ഉണ്ടാവും. ഇവിടെ പാലമ്പടി നടക്കുകയാണ്. അപ്പൊ ചില റോഡുകളൊക്കെ ഒറിജിനൽ റോഡുകളൊക്കെ അടച്ചിട്ടുണ്ടാവും, വേറെ ഏതെങ്കിലും സ്റ്റെപ്പിന്റെ റോഡുകൾ ഓപ്പൺ ആയിട്ടുണ്ടാവും. ആരോടെങ്കിലും അപ്പുറത്ത് പോയിട്ട് ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. ഇനി ഇങ്ങോട്ട് തന്നെ പോരേണ്ടി വരും എന്തായാലും, കാരണം അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് എന്തായാലും വേറെ പാലല്ല, ഈ പാലം വഴി തന്നെ വരേണ്ടി വരും. അവിടെ പോയിട്ട് യൂട്ടൺ അടിക്കാം. അത് ഞാനേ ഒന്ന് പേടിപ്പിച്ചു ആളെ. പേടിപ്പിച്ചു പറഞ്ഞാല് വിളിച്ചിട്ട് ഞാൻ വിളിച്ചു, അപ്പൊ ആള് ഇവിടെ ഉള്ളതല്ല. ഞാൻ പറഞ്ഞു പാലം കയറിയിട്ട് വേറെ ഏതെങ്കിലും വഴി ഉണ്ട് വെച്ചപ്പോ അങ്ങനെ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ആള് ഇവിടെ ഉള്ളതല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് സമയം എടുക്കും, 19 മിനിറ്റാണ് എനിക്ക് കാണിക്കുന്നത്. പാലം തിരിച്ച് കയറിയിട്ട് മറ്റേ ചേരാനെല്ലൂർ ജംഗ്ഷനിൽ നിന്ന് ആയിക്കൂടെയൊക്കെയാണ് വഴി കാണിക്കണത്. അയാൾക്ക് വഴി പറഞ്ഞുതരാനും അറിയില്ലല്ലോ. ഓക്കെ, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ വണ്ടി അടുത്തുള്ള പെട്ടെന്ന് കിട്ടുന്നതാണ്. ചിലപ്പോ ഇനി നമ്മക്ക് തന്നെ വരുമോ ട്രിപ്പ് വരില്ലേ. ടീ ബ്രേക്ക് ഇടട്ടെ, ടീ ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയോ ട്രിപ്പ് തന്നെ വന്നു കഴിഞ്ഞാൽ പണിയാവും. നമ്മൾ അക്സെപ്റ്റ് പോവുകയും ചെയ്യും എടുക്കാന്നാല് ഇനിയിപ്പോൾ കുഴപ്പമില്ല. അതൊരു അരമണിക്കൂർ അങ്ങോട്ട് ഒരു 2 കിലോമീറ്റർ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോവാം. എന്നിട്ട് അവിടുന്ന് ഓണാക്കിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഓണാക്കാം. ഇവിടെ മുട്ടൻ ബ്ലോക്കാണല്ലോ. ഇങ്ങോട്ട് വന്നത് പണി പാളിയോ. ആ ലോറി നനങ്ങണ തന്നെ അല്ലല്ലോ. ഇവിടെ റോഡ് പണി എടുക്കണോണ്ട് ഹൈവേന്റെ പണിയാണ്. അതൊക്കെ ഹൈവേന്റെ പണി നടക്കണം. ബാക്കിലൊരു KSRTC ഉണ്ട്, ഇപ്പൊ വന്നിടിക്കും. ചെക്കന് കണ്ണും മൂക്കൊന്നുമില്ല, മഴ ആയിട്ട് അടിച്ചു പോയില്ലോണ്ടോ. ഓണാക്കി നോക്കട്ടെ എന്താ അവസ്ഥ നോക്കട്ടെ. കുറച്ചായിട്ടുള്ളൂ. എന്തായാലും ചിലപ്പോൾ അവന് വേറെ ഏതെങ്കിലും ട്രിപ്പ് കണക്ട് ആയിട്ടുണ്ടാവും, വേറെ ഡ്രൈവർമാര്. നമ്മളിപ്പോ റോങ് ആയിട്ടല്ലേ പോണത്. പിന്നെ അപ്പൊ അടിയിലാന്ന് വിചാരിക്കുക. വേറെ ട്രിപ്പ് അടിച്ചാൽ ഭാഗ്യം. വല്ല എടപ്പള്ളിക്കോ എയർപോർട്ടൊക്കെ അടിക്കണം. എയർപോർട്ടൊക്കെ അടിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് അടിക്കണം. അപ്പം എന്തായാലും എമൗണ്ട് ആവും. ഗുരുവായൂർ, തൃശ്ശൂര്, മംഗലാപുരം. നമുക്കിപ്പോ ഒരു മാച്ച് ട്രിപ്പ് വന്നു. 7 കിലോമീറ്റർ പിക്കപ്പും 7 കിലോമീറ്റർ ഡ്രോപ്പും. അത് സ്ഥലം ഞാൻ നോക്കിയില്ല, വേറെ കോളിലായിരുന്നു. എന്തായാലും അതന്നെ ആവാനാണ് ചാൻസ്. കാരണം 7 കിലോമീറ്റർ പിക്കപ്പ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു, പിന്നെ ഡ്രോപ്പ് 7 കിലോമീറ്റർ ആയിരുന്നു മറ്റേ ട്രിപ്പിന്. എനിക്ക് തോന്നുന്നത് വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് ഒഴിവാക്കിയതായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇപ്പൊ മാച്ച് ആയിട്ട് വരുന്നുണ്ടാവുക. പിന്നെ ഈ മാച്ച് ട്രിപ്പ് അങ്ങനെ വരുന്നേ തോന്നുന്നുണ്ട്. ഒരാൾക്ക് ആദ്യം ട്രിപ്പായിട്ട് കൊടുക്കണ്ടാവും, പിന്നെ ആ ഡ്രൈവർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ മാച്ച് ആയിട്ട് കൊടുക്കേക്കാരം. അങ്ങനെയാണ് ഈ മാച്ച് ട്രിപ്പ് ഉണ്ടാവണേന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യം ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കും 10 സെക്കൻഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ ക്യാൻസൽ ചെയ്യുമ്പോൾ പിന്നെയും ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കുമ്പോൾ അതിന് സമയം കുറെ പോവല്ല. അപ്പൊ ഊബറിന്റെ കസ്റ്റമറെ വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ട എഴുതിയിട്ടാവും പിന്നീട് മാച്ച് ട്രിപ്പായിട്ട് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ എല്ലാവരും ചാടി എടുക്കും. അപ്പൊ ട്രിപ്പ് അക്സെപ്റ്റ് ആവും, കസ്റ്റമറിന് വണ്ടിയും കിട്ടും. അങ്ങനെയാണ് എൻ്റെ ഒരു തോന്നലാട്ടോ. പിന്നെ ആരൊക്കെ പറയണം കേട്ടിന് ഇങ്ങനെയാണ് മാച്ച് ട്രിപ്പ് ഉണ്ടാവണേന്ന്. ഏതായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചായക്കട തപ്പിയിട്ട്. ചായക്കട കണ്ടാൽ സൈഡാക്കും. അങ്ങനെ സമയം 7:31 ആയിട്ടുണ്ട്. നമുക്ക് പിന്നീട് ട്രിപ്പ് ഒന്നും അടിച്ചിട്ടില്ല. ഞാനിവിടെ ഒരു നല്ല ഗ്രൗണ്ട് കിട്ടിയപ്പോഴേ അപ്പണ് സൈഡാക്കിയതാണ്. ബാക്കിൽ ഒരു എണ്ണക്കടിയുടെ കട ഉണ്ടായിരുന്നു, അവിടുന്ന് ചായ കുടിച്ചു. പിന്നെ കുറെ നേരം ഇങ്ങനെ ഫോണിൽ കളിച്ചിരുന്നു. ഒക്കെ ഓണായിരുന്നു കേട്ടോ. റാപ്പിഡ് ഓണാണ്, യാത്ര ഓണാണ്, ഊബർ ഓണായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ നിന്ന് നല്ല ബ്ലോക്കുള്ള സമയമല്ലേ. ഇപ്പൊ ഏതായാലും 7:30 സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കുറെ നേരമല്ലോ, ഇപ്പൊ 1 മണിക്കൂറിന്റെ അപ്പുറം കഴിഞ്ഞിട്ടുണ്ടാവും, 1.5 മണിക്കൂറൊക്കെ ഉണ്ടാവും. അപ്പൊ ഇനി നമുക്ക് നേരെ എടപ്പള്ളിയിലേക്ക് പോവാം. നേരെ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോകണ്ട, അവിടെ പോയാല് മറ്റേ പറവൂർ സൈഡാണ്. അപ്പൊ നമുക്ക് എടപ്പള്ളി ഭാഗത്തേക്ക് പോവാൻ. നമ്മളെ വിഷ്ണു വിളിച്ചിട്ടുണ്ടായിരുന്നു. അവനിപ്പോ കൊടുങ്ങല്ലൂർക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ. അപ്പൊ അവൻ പറഞ്ഞു നല്ല ബ്ലോക്ക് ഉണ്ട്, റാപ്പിഡോ യാത്ര മാത്രം ഓടിക്കോന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വേറെ ആരെങ്കിലും പറയുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. നമ്മളിപ്പോ ബ്ലോക്കിൽ കിടക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ഊബർ ഓഫ് ചെയ്തിട്ടില്ല. നമുക്കിപ്പോ കുറെ സമയമായല്ലോ. ഊബർ ഓഫ് ചെയ്താലും ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല. കാരണം ഊബറിനാണ് എല്ലായിടത്തും ട്രിപ്പ് ഉണ്ടാവുക. പക്ഷെ റേറ്റ് കുറവാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇപ്പോൾ ഒരു ട്രിപ്പ് അടിക്കാനൊരു ആഗ്രഹമുണ്ട്. കുറേ നേരം നമ്മളിങ്ങനെ ഓഫ്ലൈൻ ആക്കിയിട്ടാലേ നമുക്കൊരു എങ്ങനെയെങ്കിലും പിന്നെ ഒരു ട്രിപ്പ് അടിച്ചാൽ മതി എന്നുള്ളൊരു ചിന്താവും. നമ്മളെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങണ പോലെ രാവിലെ ഇറങ്ങുമ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ട്രിപ്പ് അടിച്ചിട്ട് ഒന്ന് അനങ്ങി കിട്ടണം എന്ന് വിചാരിക്കും. അതുപോലത്തെ ഒരു ടെൻഡൻസിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഊബർ ഓഫ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഇനി വല്ല ട്രിപ്പും കിട്ടിയിട്ട് വല്ല ബ്ലോക്കിലും പെടുമ്പോൾ ഇങ്ങനെ കരുതും, വിഷ്ണു പറയണത് കേട്ടാൽ മതിയെന്നോ എന്ന് കരുതും. അത് കുഴപ്പമില്ല. നമുക്ക് ഏതായാലും ഏതെങ്കിലും ഒരു ട്രിപ്പ് അടിക്കട്ടെ. കുന്നുംപുറം പോയിട്ട് അടുത്ത സിഗ്നൽ കുന്നുംപുറം ആയിരിക്കും. അല്ല, അടുത്ത് ചേരാനെല്ലൂരാണ്. പിന്നെ നമ്മളിപ്പോൾ വരാപ്പുഴ ആയിരുന്നു. അപ്പോൾ ഇനി ചേരാനെല്ലൂർ ഒരു 1/2 മണിക്കൂർ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് കുന്നുംപുറം പോയിട്ട് അവിടെ ഒരു 1/2 മണിക്കൂർ നിൽക്കുക. അങ്ങനെ നീങ്ങുക. നമുക്ക് ഇടച്ചിറക്കം ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അജീബാണ്, അജീബ്. അപ്പോൾ അതിന് മുമ്പ് ഒരു 2 മിനിറ്റ് മുമ്പ് ഒരു മാച്ച് ട്രിപ്പ് വന്നു. അത് 200 ഉണ്ടായിരുന്നു, അത് കിട്ടിയില്ല നമുക്ക്. ഇത് എത്ര കിലോമീറ്റർ ഉണ്ടാകട്ടെ. ഇടച്ചിറക്കാണ്, 264 രൂപയുടെ ട്രിപ്പാണ്.
അപ്പോൾ ഇത് 1.7K പിക്കപ്പ് ഉണ്ട്. മറ്റേതിപ്പോൾ കുന്നുംപുറം ജംഗ്ഷൻ എത്തിട്ടോ, ഞാൻ ചേരാനല്ലൊരു സ്റ്റോപ്പ് ഇട്ടില്ല. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് അമർദി എന്നാണ് പിക്കപ്പ് തോന്നുന്നത്. ആ ഭാഗത്തേക്കാണ് ലൊക്കേഷൻ കാണുന്നത്. ഇത് നമ്മളിന്ന് റാപ്പിഡോന്റെ ട്രിപ്പ് പറ്റിച്ച കസ്റ്റമറെ സ്ഥലാട്ടോ. അമർദി എന്നല്ല, എന്തായാലും അമർദന്റെ മറ്റേ റോഡ് കഴിഞ്ഞു പോന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവിടെ തുരങ്കെത്തണതിന്റെ മുമ്പ് ഇവിടെ തുരങ്കുണ്ട്, തുരങ്കെത്തണതിന് മുമ്പ് റൈറ്റേക്കാ തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു കോണില് റൈറ്റാ കാണിക്കുന്നത്, കറക്റ്റ് ആയിട്ടൊരു റൈറ്റക്ക്. ഏതാണ് വഴി എന്ന് എനിക്ക് മനസ്സിലാവണില്ല. റെയിൽവേ സ്റ്റേഷനാണ്. തുരങ്കം കഴിഞ്ഞ് പോയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അങ്ങനെ പോവാ. അപ്പോൾ ഓക്കെ, റെയിൽവേ സ്റ്റേഷനിലാണ്. അങ്ങോട്ട് പോയിട്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, എടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ പോയിട്ട് ആളെ പോയി പിക്കട്ടെ, കാരണം തുരങ്കം ഇവിടെ എത്തി, വളവ് കഴിഞ്ഞാൽ തുരങ്കം എത്തി. അപ്പോൾ ആളെ പോയി വേണ്ടോ, അവിടെ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്, തുരങ്കത്തിന്റെ സിഗ്നലാണ്. ഇത് മറ്റേ റെയിൽവേന്റെ ഒരു തുരങ്കമാണ്, റെയിൽ പാളം അതിന്റെ മേലെ കൂടി പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ സിഗ്നൽ വെച്ചിട്ടുണ്ട്, കുറെ സിഗ്നൽ വെച്ചിട്ട്. പണ്ടൊന്നും ഇവിടെ സിഗ്നൽ ഉണ്ടായിരുന്നില്ല, ഒറ്റ വണ്ടിക്ക് പോരാല് ഗ്യാപ്പുള്ള അതിന്റെ ഉള്ളില്. അപ്പോ ഒരു വണ്ടിക്കാർ ആ ഭാഗത്തുനിന്ന് വണ്ടിക്കാരൊന്നും നിന്നെന്നാലുള്ളൂ ഈ വണ്ടിക്കാർക്ക് പോകാൻ പറ്റുള്ളൂ. സിഗ്നൽ വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോ പച്ച കത്തിയാൽ തന്നെ നമുക്ക് ഒരു എന്തായാലും ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ടേ കയറാൻ പറ്റുള്ളൂ. കാരണം അവിടെ ചോപ്പ് കത്തിയാലും ആൾക്കാർ അതിന്റെ പുറകെ കയറി പോരും. കാരണം ഇവിടുന്ന് എന്തായാലും വേറെ വണ്ടി കയറൂല, അവിടുത്തെ വണ്ടി കഴിയാണ്ട്. അപ്പൊ അങ്ങനെ പ്രശ്നമുണ്ട്. എന്നാലും ഇപ്പൊ ഏകദേശം ഒരു കുറവുണ്ട്. മറ്റേതൊരു ഭാഗം നിൽക്കാണ്ട് പോന്നു കഴിഞ്ഞാൽ മറ്റു ഭാഗം അങ്ങനെ നിൽക്കേണ്ടി വരും. ഏതായാലും പോയിട്ട് ആളെ പിക്കട്ടെ. ഇനി 600 മീറ്ററും കൂടി ഉണ്ട്. പിന്നെന്താന്നോ, ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വഴി ബ്ലോക്ക് ആവും. ഇവിടെ ഒരു അലാറുണ്ട്, മഴ നല്ല വെള്ളം കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം നിൽക്കും അതിൽ. അപ്പോൾ വെള്ളം കയറി അതിൽ അലാറം അടിക്കും. പച്ച സിഗ്നൽ എത്തിയിട്ടുണ്ട്, അലാറം അടിച്ചു കഴിഞ്ഞാൽ വഴി ക്ലോസ് ആവും, പിന്നെ ഇതിൽ പോരാൻ പറ്റില്ല. ഇപ്പോൾ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇതുണ്ടോ ഒരു ബൈക്ക് വരുന്നോക്കാം, കറക്റ്റ് ഒരു ബൈക്ക് വരുന്നത് കണ്ടോ. എല്ലാവരും നല്ല ഹോണടി കൊടുക്കുന്നുണ്ട്. അതിന് ഹെൽമെറ്റ് ഇട്ടിട്ടില്ല, കാരണം അത് കണ്ടോ, അതിൽ കറക്റ്റ് ഒരു വണ്ടി കൊള്ളുമല്ലോ. അപ്പൊ ഒരു ബൈക്ക് കയറി പോന്നിക്കണം. അത് ആ റെഡ് കത്തിയിട്ട് പോയിരുന്നതാണ്. റെഡ് കത്തിയിട്ട് പോകുന്നവരൊക്കെ കയറി പോയിട്ടുണ്ടാവും. ആ ലാസ്റ്റത്തും പൊട്ട് കഴിഞ്ഞു. അതാണ് പ്രശ്നം. ഒറ്റ വണ്ടിക്ക് കണ്ടോ ഇവിടെ വരിക്കണുണ്ടോ. അപ്പോൾ ഇതിങ്ങനെ പോകും, ഒറ്റ വണ്ടികൾ കയറും. പിന്നെ നമ്മളിവിടുന്ന് റേറ്റ് തിരിഞ്ഞിട്ട് കയറട്ടെ. ഇവിടെ റേറ്റ് തിരിയാനായിട്ടുണ്ട്. നമ്മളെ കസ്റ്റമർ അതാ കണ്ടില്ല, പോയി. ആളതാണ് ആ കട, ഈ അടിയിലുള്ള ഗ്രിൽ ജില്ല. നമ്മളെ എടച്ചിറയിലാണ് ഉള്ളത്. എടച്ചിറയിൽ DD ഡയമണ്ടിന്റെ ഒക്കെ അങ്ങോട്ട് ഫ്ലാറ്റ് അടിയിൽ ഇറങ്ങുമ്പോഴേ അവിടെയാണ് കട. നമ്മളെ നാട്ടുകാരനാണ്. അപ്പോൾ സംസാരിച്ചു വന്നപ്പോൾ നാട്ടിൽ നിന്ന് വരാണോ ചോദിച്ചപ്പോൾ പറഞ്ഞു, എവിടെ നാടോ ചോദിച്ചപ്പോൾ നിലമ്പൂര്. അപ്പോൾ ഞാൻ മേലാറ്റൂരാണ്. അപ്പോൾ ആള് കാളികാവാണ്. അപ്പോൾ അങ്ങനെ കുറേ സംസാരങ്ങളൊക്കെ. നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മളിവിടെ ക്ലോസ് ചെയ്തു. നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ റാപ്പിഡോയിൽ വരോളം അത്യാവശ്യം നല്ല ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ റാപ്പിഡോയിലെ ഇൻട്രസിറ്റി റെഡി ആയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഇടയ്ക്ക് പ്രൊമോഷൻ വരുന്നത്. കൊച്ചി തിരുവനന്തപുരം, തിരുവനന്തപുരം ടു കൊച്ചി, ഇവിടേക്ക് മാത്രം തോന്നുന്നുണ്ട്. ഇപ്പോൾ അവരിങ്ങനെ ന്യൂ അപ്ഡേറ്റ് ഫുള്ള് കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അപ്ഡേഷൻ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ നിർത്തി. ഇനി ഡെസ്റ്റിനേഷൻ ഇടാനൊന്നും നിൽക്കണില്ല, റിസർവേഷൻ വന്ന് നടക്കുന്നുണ്ട്. ഇന്ന് അതിപ്പോഴത്തെ ട്രിപ്പിൻ്റെ കൂടി അതായിട്ട് 251 രൂപയാണ് ഈ ട്രിപ്പിന് ഉണ്ടായിരുന്നത്. എടപ്പള്ളി ട്രിപ്പ് 11 കിലോമീറ്റർ 38 മിനിറ്റ് കൊണ്ട് എത്തി. ഇതെന്താണെന്ന് ചോദിച്ചാൽ നാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. അതാണ് ഈ വിളിക്കണത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ബിസിയാണ്, എന്നാലും വിളിക്കും. വിളിച്ചതൊന്ന് സെറ്റ് ചെയ്യട്ടെ. വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. ഇന്ന് ഞാൻ ഓടിയത് കാട്ടിത്തരാം. CNG അടിച്ചിട്ട് 124 കിലോമീറ്ററാണ് നമ്മൾ ഓടിയത്. ഇന്ന് 174 കിലോമീറ്റർ ബീര് ഓടിയിട്ടുണ്ട്. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓടിയത്. അപ്പോൾ ഇന്നിപ്പോൾ ഊബറിൽ ഓടിയത് 2488 2488 പ്ലസ് രാവിലെ ഒരു 160 പേഴ്സണൽ ഉണ്ടായിരുന്നു. പിന്നെ റാപ്പിഡോയിൽ എത്ര 322 രൂപയും 2970. ഓക്കെ, നമ്മൾ ടാർഗറ്റിൻ്റെ ഏകദേശം അടുത്ത് 30 രൂപയുടെ കുറവുണ്ട്. അതിലൊരു 10 രൂപ നമുക്ക് ടിപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളിങ്ങനെ കുറേ നേരം ഓഫ്ലൈൻ ആക്കിയിട്ട് ഇപ്പോൾ നമ്മൾ ആ വരാപ്പോയിൻ്റെ അവിടെ കുറേ നേരം ഓഫ്ലൈൻ ആക്കി, എന്നിട്ടാണ് ഇപ്പോൾ ഒരു ട്രിപ്പ് എടുത്ത് ഇങ്ങോട്ട് അടച്ചിറക്ക് പോകുന്നത്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഓട്ടമുള്ള സമയമാണ്. 4000-4500 റുപ്യക്കൊക്കെ ഡെയിലി നമ്മുടെ സുഹൃത്തുക്കൾ ഓടലുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. എനിക്ക് കുറച്ച് ഇങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഇത്ര ഓടലുള്ളൂ. അപ്പോൾ ഏതായാലും ഇനി ഇന്നത്തെ വിഷയങ്ങൾ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇയാൾ പറഞ്ഞു ഇയാളെ കടയിലേക്കൊന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒന്ന് ഫുഡ് കഴിക്കണം. അപ്പോൾ ഇനി നാളത്തെ വിശേഷങ്ങളുമായി നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.